സോണിയുടെ ഒരു ടവർ സ്പീക്കറാണ് ഇത്. ഒത്തിരി പേര് നോക്കിയതാണ്. കിഴക്കുന്ന് വന്നാണ്, കിഴക്കുന്ന്. ഇത് താഴെ പോയതാണ്. താഴെ പോയി ബോർഡ് പൊട്ടിയിട്ടുണ്ട്. മദർ ബോർഡ്, പവർ സപ്ലൈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോയതാണ്. അതുകൊണ്ട് റിപ്പയർ ചെയ്യാനായിട്ട് വന്നതാണ്. ഈ പാർട്ടി സ്പീക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാധനം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-25 വർഷം മുമ്പാണ് ഈ സാധനം ഇറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ സോണിക്ക് ആദ്യം ഇത് ഇറങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷം വേറെ JBL പല കമ്പനികൾക്കുണ്ട്. ഒരു കാലത്തെ ഒരു ഹിറ്റായിരുന്നു ഈ പാർട്ടി സ്പീക്കർ എന്ന് പറയാം. ആൾക്കാർ ഭയങ്കരമായിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഇതിൻ്റെ ലോഞ്ചുകൾക്ക് ഓരോ രാജ്യങ്ങളിൽ വെച്ചായിരുന്നു ലോഞ്ച്. പുതിയ പ്രോഡക്റ്റ്സ് ഇറങ്ങുമ്പോൾ പല രാജ്യങ്ങളിൽ സോണി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ ലോഞ്ച് എടുത്തിട്ടുണ്ട്. ആ ലോഞ്ചിലൊക്കെ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള മോഡൽസാണ്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇതിൻ്റെയൊക്കെ കൂടെ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്ത്, ഒത്തിരി ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം പിന്നീട് ഞാനൊരു വീഡിയോ എൻ്റെ ഹിസ്റ്ററി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇട്ട് തരാം. ഞാൻ ആരാന്ന് പലർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അതെല്ലാം ഇട്ട് തരാം. അതിൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഈ സാധനത്തിനുണ്ട്. കാരണം എനിക്ക് 16 വയസ്സ് തൊട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. 16ാമത്തെ വയസ്സ് ഞാൻ കട തുടങ്ങിയതാണ്. ഇന്ന് എനിക്ക് 56 വയസ്സായി. അപ്പം പല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഏതവനാണേലും പണി പഠിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റണം. അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഫുൾ ഇടാം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫുൾ വീഡിയോ വരുന്നുണ്ട്. അഴിക്കുന്നവരെങ്ങോ ഉള്ളൂ. സ്ക്രൂ എല്ലാം പല വിധത്തിൽ മാറ്റിയിട്ടുണ്ട്. കുറ്റം പറയുന്നതിന് എല്ലാവരും പറയും എല്ലാ സ്ക്രൂവും വെറൈറ്റി സ്ക്രൂ ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ സ്ക്രൂവും മാറിപ്പോയി. അതുകൊണ്ട് അത് അഴിച്ചു വരാൻ ഇച്ചിരി താമസം വരും. താങ്ക് യു. ഇതിൻ്റെ അല്ലാത്ത സ്ക്രൂകളാണ് കേട്ടോ. മൊത്തം സ്ക്രൂ, പകുതി സ്ക്രൂ ഇല്ല. ഉള്ളതൊക്കെ ഏതൊക്കെയോ സ്ക്രൂ എവിടുന്നൊക്കെയോ പിടിച്ചിട്ടിരിക്കുക. ഇനി തുറന്നാൽ അറിയാം അവസ്ഥ എന്നാന്ന്. എൻ്റെ പൊന്നോ.